നമസ്കാരം, വെൽക്കം ബാക്ക് ടു Noopsworld. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുക്കറിൽ വളരെ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റിയ ഒരു വെജിറ്റബിൾ പുലാവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ പുലാവിൻ്റെ ടോട്ടൽ കുക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ മാക്സിമം ഒരു 15 മിനിറ്റ് ആണ്. അപ്പോൾ നമുക്ക് കുക്കറിൽ വളരെ ഈസി ആയിട്ട് എന്നാൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ പുലാവ് എങ്ങനെ റെഡിയാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ഓരോന്ന് എടുക്കുന്ന വഴിക്ക് ഞാൻ പറയാം. ഞാനിവിടെ ഒരു 5 കപ്പ് ബസ്മതി റൈസ് കഴുകി ഒരു 20 മിനിറ്റ് നേരം കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 5 ലിറ്റർ കപ്പാസിറ്റിയുള്ള ഒരു കുക്കറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ കൊള്ളുന്ന മാക്സിമം അളവാണ് 5 കപ്പ് റൈസ്. 20 മിനിറ്റിന് ശേഷം ഇത് വെള്ളം ഊറ്റി വെക്കണം. പിന്നെ വേണ്ടത് ഒരു 2 മീഡിയം സവാള അരിഞ്ഞത്, ഒരു വലിയ തക്കാളി അരിഞ്ഞത്, ഒരു 8 ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു മീഡിയം ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 1/2 കപ്പ് ക്യാബേജ് അരിഞ്ഞത്, പിന്നെ വേണ്ടത് ഒരു 1/4 കപ്പ് ഫ്രഷ് ഗ്രീൻ പീസ് ആണ്. പിന്നെ വേണ്ടത് ഒരു 1/2 കപ്പ് മല്ലിയിലയും 1/2 കപ്പ് പുതിനയിലയും. ഇപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു 4 പച്ചമുളക്, ഒരു 2 വലിയ അല്ലി വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, പിന്നെ വേണ്ടത് ഹോൾ സ്പൈസസ് ആണ്. ഒരു 2 ബേ ലീവ്സ്, ഒരു 3-4 കഷ്ണം പട്ട, 4-5 ഏലക്ക, ഒരു 4-5 ഗ്രാമ്പു, കുറച്ച് കുരുമുളക്, 2 തക്കോലം, പിന്നെ കുറച്ച് നമ്മൾ വാങ്ങിക്കുന്ന മസാലപ്പൊടിയും വേണം, പൊടിച്ച ഗരം മസാലയും വേണം. പിന്നെ വേണ്ടത് ഒരു 2-3 ബിരിയാണി ചെടിയുടെ ഇലയാണ്. ഞങ്ങളുടെ ഇവിടെയൊക്കെ ഇതിന് ബിരിയാണി ചെടി എന്ന് പറയുന്നത്, ശരിക്കും പേരെന്താണെന്ന് അറിയില്ല. ഇത് ചേർത്ത് കഴിഞ്ഞാൽ ശരിക്കും ജീരകശാല റൈസിൻ്റെ നല്ല ഫ്ലേവർ വരും. ഇനി നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ ഒരു പിടി മല്ലിയില, ഒരു പിടി പുതിനയില, ഇത്രയും നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി നമുക്ക് കുക്കർ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിലും ചേർക്കാം. ഇനിയിപ്പോൾ നെയ്യ് ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ചേർത്താൽ മതി. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ഹോൾ സ്പൈസസ് അതൊന്ന് ചേർത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കാം. സ്പൈസസ് ഒക്കെ ഒന്ന് ചെറുതായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരുന്ന സവാള ചേർത്തിട്ടൊന്ന് വഴറ്റാം. അധികം നേരം വഴറ്റണം എന്നല്ല, ഏകദേശം ഒരു 30 സെക്കൻഡ് വഴറ്റിയാൽ മതി. അപ്പോൾ അതിനുശേഷം നമുക്ക് എടുത്തു വെച്ചിരുന്ന വെജിറ്റബിൾസ് ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഈ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് 2-3 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ വെജിറ്റബിൾസിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ അതുപോലെ മല്ലിയില, പുതിനയില ഇതും കൂടി ഒന്ന് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂൺ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിപ്പോൾ നമ്മൾ പാക്കറ്റിൽ വാങ്ങിക്കുന്ന ഏതെങ്കിലും മസാല പൗഡർ ആയാലും മതി. അതിപ്പോൾ ചിക്കൻ മസാലയോ അല്ലെങ്കിൽ മീറ്റ് മസാല പൗഡർ ആയാലും ഇതിലേക്ക് ചേർക്കാം. ഇതൊന്ന് നന്നായിട്ട് വഴറ്റുക, അതായത് ആ മസാലയുടെ പച്ച മണമൊന്ന് മാറുന്ന വരെ വഴറ്റുക. അതുപോലെ തന്നെ നമ്മുടെ ഈ മല്ലിയിലയും പുതിനയിലയൊക്കെ അരച്ചതും ചെറുതായിട്ടൊന്ന് മൂക്കാനുണ്ട്. അപ്പോൾ ഒരു 2 മിനിറ്റ് നേരം ഇതൊന്ന് വഴറ്റുക. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ 1 ഗ്ലാസ് അരിക്ക് ഒരു 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് നമ്മൾ ചേർക്കണം. അപ്പോൾ നമ്മൾ 5 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു 7.5 ഗ്ലാസ് വെള്ളമാണ് നമുക്കിതിന് കറക്റ്റായിട്ട് വേവാനായിട്ട് വേണ്ടത്. അപ്പോൾ ഇതിൽ ചൂടുവെള്ളം അല്ലെങ്കിൽ തിളച്ച വെള്ളം ഒന്നും ചേർക്കണം എന്നില്ല. സാധാ വെള്ളം, നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളം ചേർത്താൽ മതി. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ, തിളയ്ക്കണം എന്നില്ല, നന്നായിട്ടൊന്ന് ചൂടായാൽ മതി. അപ്പോൾ നമ്മൾ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ശരിക്കും ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാല പൗഡർ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ബാക്കിയുള്ള മല്ലിയിലയും പുതിനയിലയും കൂടി ചേർക്കാം. അപ്പോൾ ഇനി നമുക്ക് ചേർക്കാനുള്ളത് ബിരിയാണി ചെടിയുടെ ഇലയാണ്. അപ്പോൾ അതുകൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്ര ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ച് വേവിക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് മാത്രം ഇത് സ്റ്റവിൽ വെച്ചാൽ മതി. അപ്പോൾ പ്രഷറൊക്കെ പോയി ഒരു 20 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മൾ തുറന്ന് നോക്കി കഴിയുമ്പോൾ നമ്മുടെ വെജിറ്റബിൾ പുലാവ് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമ്മുടെ റൈസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. വേവ് കൂടിയിട്ടോ കുറഞ്ഞിട്ടോ ഒന്നുമില്ല, നല്ല പാകത്തിന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് മിനിമം ഒരു 20 മിനിറ്റിന് ശേഷം, അതായത് പ്രഷർ ഫുൾ പോയതിന് ശേഷം മാത്രമേ കുക്കർ തുറക്കാവുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ വേവ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല.
അതുപോലെ പ്രഷർ പോയിട്ട് പിന്നെയും ഒരുപാട് നേരം റൈസ് ഇങ്ങനെ കുക്കറിൽ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ റൈസ് ഒത്തിരി ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു 1-2 മണിക്കൂർ നേരമൊക്കെ റൈസ് ഇങ്ങനെ കുക്കറിൻ്റെ അകത്ത് തന്നെ തുറക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ റൈസ് ഡ്രൈ ആയി പോവും. അപ്പോൾ ഒരു പ്രഷർ പോയി ഏകദേശം ഒരു 5-10 മിനിറ്റിനുള്ളിലൊക്കെ തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റൈസ് കിട്ടും. ഈ പുലാവിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. ഇതിൽ ഓരോ റൈസിലും ശരിക്കും മസാലയുടെ ഫ്ലേവറൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിന് ശരിക്കും സൈഡ് ഡിഷിൻ്റെ ആവശ്യം തന്നെ ഇല്ല. ഈ പുലാവ് സാധാരണ ബസ്മതി റൈസിലാണ് ചെയ്യാറ്. ഇനിയിപ്പോൾ അഥവാ ജീര റൈസ് വേണമെങ്കിൽ ജീര റൈസിലും ഇതേ സെയിം റെസിപ്പി തന്നെ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ പുലാവിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം എന്നെ അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇനി നൂപ്സ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. താങ്ക് യു.